കേക്കോ, എന്റെ മുഴുവൻ സിസ്റ്റം വീണ്ടും ഹാങ് ആയി കഴിഞ്ഞു. ഇപ്രാവശ്യം വളരെ സീരിയസ് ഡാമേജ് ഏർപ്പെട്ടിട്ടുണ്ട്. എനിക്കിപ്പോൾ അനങ്ങാൻ പോലും പറ്റുന്നില്ല. ഞാൻ റിക്കവർ ആവാൻ ഒരുപാട് സമയം ആവശ്യമുണ്ട്. ഡയമണ്ട് കൊണ്ട് ഉണ്ടാക്കിയ ഹീറോ ആണ് ഞാൻ. എന്റെ പേര് മാസ്റ്റർ മോജോ. കലക്കി ടമ്പോണ, നിന്റെ ഈ പുതിയ വണ്ടിയുടെ ടെസ്റ്റ് റൈഡ് അടിപൊളിയായിട്ടുണ്ട്. ഇനി വേഗം തിരിച്ച് സൺസിറ്റിയിലേക്ക് പോയേക്ക്. എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. അയ്യോ, വണ്ടിന്നൊന്നും പറയില്ല സാറേ. ഇതെന്റെ ഡാർലിംഗ് എസ് രേവതിയാണ് സാർ. ഇപ്പൊ നിങ്ങളെ പോലെ എനിക്കും വിശക്കുന്നുണ്ട്. വീട്ടിലേക്ക് ചെന്നിട്ട് ഒരു 10-15 പ്ലേറ്റ് ദോശ കഴിക്കണം. അയ്യോ, ടോണിയും റോൾ നമ്പർ 420യും ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. അല്ല, നിങ്ങൾ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ? ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോകാൻ വേണ്ടി ബസ്സിന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഞങ്ങളുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ബസ്സിൽ പോകുന്നത്? ആവശ്യമില്ല. നിങ്ങളെല്ലാവരും വന്ന് വണ്ടിയിൽ കയറൂ. ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാം. സൂക്ഷിച്ചു ജൂനിയർ. അയ്യോ, ഇത് നമ്മുടെ ഡിറ്റക്റ്റീവ് ചട്ട്പട്ടല്ലേ? ഇത്രയ്ക്ക് വെപ്രാളപ്പെട്ട് എങ്ങോട്ടാ നിങ്ങൾ ഓടുന്നത്? ഏതോ ഒരു വില്ലൻ വന്ന് വില്ലത്തരം കാണിച്ചിരിക്കുകയാണ്. തില്ലാലങ്കടി കളിച്ചിരിക്കുകയാണ്. സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ, സൺസിറ്റിയിലുള്ള ജനങ്ങളെ പലരെയും ആരോ വന്ന് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിരിക്കുക. ഇപ്പോഴാണ് ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയത്. കിഡ്നാപ്പ് എന്ന് വെച്ചാൽ അത് വലിയ ആപത്താണല്ലോ. ആപത്തെന്ന് വെച്ചാൽ ഓടി രക്ഷപ്പെട്ടോളൂ. അവൻ എത്ര വില്ലത്തരം കാണിക്കുന്ന വില്ലനാണെങ്കിൽ അടിച്ചവന്റെ അടുപ്പ് തെറിപ്പിക്കുന്ന പണി എന്റെ കയ്യിലുണ്ട്. സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ, അദ്ദേഹം എത്രയും പെട്ടെന്ന് കുറ്റവാളിയെ കണ്ടുപിടിച്ച് ജയിലിൽ അടയ്ക്കുമെന്നാ. നിങ്ങൾ വിഷമിക്കേണ്ട. ഇപ്പൊ അദ്ദേഹം നിങ്ങൾ എല്ലാവരെയും സേഫായി വീട്ടിൽ കൊണ്ടാക്കാൻ പോവാണ്. Oh, thank you, Detective Chatpat. Thank you very much. Ha 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 ha. അയ്യോ, ഈ ട്രക്കിന്റെ ഡ്രൈവർ ട്രക്ക് ഓടിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ഉറങ്ങിപ്പോയെന്നാ തോന്നുന്നേ. സൈഡ് ഒതുങ്ങാതെ എങ്ങനെ സെന്ററിൽ പോകുന്നെന്ന് കണ്ടോ? ടംബു അണ്ണാ, നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കൂടി പോകൂ. ഗുഡ് ഐഡിയ ജി. അയ്യോ, അയ്യോ, ആ നശിച്ചവൻ വന്ന് എന്റെ വണ്ടി കയറി ഇടിച്ചിരിക്കുക. ഏതെങ്കിലും ഒരു സൈഡ് ഒതുങ്ങാന്ന് വിചാരിച്ച ഇവന്മാര് വിടുന്നില്ലല്ലോ. 4 സൈഡും ട്രക്ക് വെച്ച് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. എനിക്ക് തോന്നുന്നത് ആ ട്രക്ക് ഡ്രൈവർ നമ്മോട് ചോദിക്കുന്നത് സൈഡ് അല്ല, അവർ നമ്മുടെ കയ്യിൽ നിന്ന് വേറെന്തോ പ്രതീക്ഷ. എന്ന് വെച്ചാൽ ആ കിഡ്നാപ്പേഴ്സ് ഇവർ തന്നെയാണോ? ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കൂ. ഇപ്പൊ തന്നെ അവർ ഷൂട്ട് ചെയ്ത് ചിന്ന ഭിന്നമായി പറത്തിക്കളി നോക്കിക്കൂ. ട്രക്ക് 4, എന്റെ കയ്യിലുള്ള ബുള്ളറ്റ് 6. അത് ന്യായമില്ലാത്ത പരിപാടിയാ. 2 ബുള്ളറ്റ് ഞാനൊക്കെ ഷൂട്ട് ചെയ്തേക്കാം. ഇപ്പൊ കണക്ക് കറക്റ്റ് ആണ്. ഇപ്പൊ ഷൂട്ട് ചെയ്ത് എല്ലാത്തിനും തെറിപ്പിച്ചു കളഞ്ഞ. അല്ല, എന്താ ഇത്? ഇന്നിവിടെ ആരെയും കാണുന്നില്ലല്ലോ. മേയർ അങ്കിളിനെയും കാണുന്നില്ല, ടെമ്പോ അണ്ണയെയും കാണുന്നില്ല, ചട്ട്പട്ട് അങ്കിളും ഇല്ല, ടോണിയെ പോലെ ഇവിടെ കാണുന്നില്ലല്ലോ. എല്ലാരും ഒരുമിച്ച് എങ്ങോട്ടാ? ഞാനും ആലോചിക്കുന്നത്. എന്തായാലും ടോണി ഇല്ലാത്തത് നല്ല കാര്യം. ടോണി ഇല്ലെങ്കിൽ പ്രശ്നമില്ലെന്ന് അർത്ഥം. അതുകൊണ്ട് സന്തോഷമായിട്ട് ഞാൻ ഒരല്പം കഴിച്ചോട്ടെ. പക്ഷേ ഒരു കാര്യമുണ്ട് ഡോഡോ. ഒരു പക്ഷെ അവരെല്ലാരും നമ്മളെ വിട്ടിട്ട് എവിടെയെങ്കിലും പിക്നിക്ക് പോയിരിക്കുകയാണെങ്കിലോ? അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഞാൻ അവനെ വെറുതെ വിടില്ല. ഞാനില്ലാതെ പിക്നിക്കിലെ ആഹാരം അവർക്ക് എങ്ങനെ കഴിക്കാൻ പറ്റും? പിക്നിക് എന്ന് പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നത്. ഞാൻ ഈ ടിഫിൻ ഈ ടോഫി ഒന്ന് കഴിച്ചോട്ടെ. ഒരേ സമയത്ത് ഇത്രയും പേരും കാണാതെ പോയെന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നും ഇല്ലാതിരുന്നാ കൊള്ളാം. എനിക്ക് തോന്നുന്നത് ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ എല്ലാരും മിസ്സിംഗ് ആണ്. സാധാരണ മിസ്സിംഗ് അല്ല, അതിഭയങ്കര മിസ്സിംഗ് ആണ്. R7 ഹൈവേ സൈഡിൽ നിന്ന് സിഗ്നൽ കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ സൈഡിൽ എന്തോ ഡേഞ്ചർ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. അതിന് സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ.
സൂപ്പർ സ്പീഡോ വേഗം ഹൈവേ റോഡിലേക്ക് ചെല്ല്. ഓക്കെ ബഡി. R7 ഈ സ്ഥലത്തെയാണ് പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കുന്നത്. റോഡ് ബ്ലോക്ക് ചെയ്തോണ്ട് ഈ 3 ട്രക്ക് എന്താ ഇങ്ങനെ പോകുന്നത്? ഒരുപക്ഷെ ഡേഞ്ചർ അവരുടെ മുന്നിലാണോ? അതുകൊണ്ടാണോ ഇവരിങ്ങനെ കവർ ചെയ്ത് പോകുന്നത്? സൂപ്പർ സ്പീഡോ കുറച്ചുകൂടി മുന്നിലേക്ക് പോ. ഇതെല്ലാം ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഡൗട്ട്. സൂപ്പർ സ്പീഡോ അവരെ കടന്നു ചെല്ലാൻ ഫോർമുല നമ്പർ 45 അപ്ലൈ ചെയ്യ്. All right, Kiko. Formula number 45 activated. Let us go, move the trailers, get off the road. Trailers are blocking our way, they are trying to keep us away. Kiko, I don't know what's going down. People are missing from the town. Seems like an evil plan. If we can't find him, no one can. Honk, honk, you better move aside. Honk, honk. ഇവന്മാരെന്നെ ഫോളോ ചെയ്തു വരുന്നു തോന്നുന്നല്ലോ. സ്പീഡ് ഒരു അല്പം കൂടി കൂട്ടിയേക്കാം. Aside. Honk, honk. Something is ആ ഡ്രൈവർ ഇപ്പൊ ഫുൾ സ്പീഡിൽ പോവാ. എന്ന് വെച്ചാൽ ആ ട്രക്കിനകത്ത് എന്തോ ഒരു കാര്യമുണ്ടെന്നർത്ഥം. അതുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ പോകുന്നത്. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 12 അപ്ലൈ ചെയ്യ്. ഓക്കെ കീക്കോ, ഫോർമുല നമ്പർ 12 ആക്ടിവേറ്റഡ്. ഇപ്പൊ എന്റെ എക്സ്റേ വിഷൻ യൂസ് ചെയ്ത് ഞാനത് കണ്ടെത്താം. ട്രക്കിനകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാം. അത് ടെമ്പോ അണ്ണയുടെ കാറാണ്. ആ ട്രക്കിൽ പോകുന്ന ആള് ചെയ്ത കാര്യം കണ്ടോ? അത് ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ കിഡ്നാപ്പിംഗ്. നമ്മൾ ടെമ്പോ അണ്ണയുടെ കാറിനെ ഓടുന്ന ആ ട്രക്കിൽ നിന്ന് പുറത്തിറക്കിയേ പറ്റൂ. വേഗം എന്തെങ്കിലും ചെയ്യൂ കീക്കോ. ഇങ്ങനെ പോയാൽ അവന്മാർ എന്നെ പപ്പടം പോലെ പൊടിച്ചു കളയുമെന്ന് തോന്നുന്നു. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 87 അപ്ലൈ ചെയ്യ്. അർജന്റ് ബ്രേക്ക് ആൻഡ് ബാക്ക്. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 66 അപ്ലൈ ചെയ്യ്. യെസ് ബഡി, അപ്ലൈയിങ് ഫോർമുല 66. അയ്യോ അയ്യോ അയ്യോ. സോറി കീക്കോ, നമ്മുടെ പുറകെ വന്ന ട്രക്കിനെ ഞാൻ ഒട്ടും ശ്രദ്ധിച്ചില്ല. ഒരുപാട് ഡാമേജ് ഏർപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ശരിയാക്കാൻ ഒരുപാട് സമയം പിടിക്കും. നമ്മുടെ കയ്യിൽ ഇപ്പൊ അത്രയും സമയമില്ല സൂപ്പർ സ്പീഡോ. എത്രയും പെട്ടെന്ന് നമ്മൾ ആ ഹെലികോപ്റ്ററിനെ ഫോളോ ചെയ്തേ പറ്റൂ. കുറച്ച് സമയം തപ്പടി. അറ്റ്ലീസ്റ്റ് പറക്കാനുള്ള കണ്ടീഷനെങ്കിലും ഞാൻ മാറണ്ടേ. വെൽക്കം വെൽക്കം. നിങ്ങളെ എല്ലാവരെയും മാസ്റ്റർ മോജോയുടെ സാമ്രാജ്യത്തിലേക്ക് വരവേൽക്കുകയാണ്. അയ്യോ, ഇതല്പം പ്രശ്നം പിടിച്ച വണ്ടിയാണെന്നാ തോന്നുന്നത്. അല്ല, ഈ വണ്ടി എങ്ങനെ സംസാരിക്കുന്നേ? ഡയമണ്ട് കൊണ്ടുണ്ടാക്കിയ ഹീറോ ഞാനാണ് മാസ്റ്റർ മോജോ. മാസ്റ്റർ മോജോന്റെ കാൽ ചുവട്ടിലാണ് ഇപ്പോൾ ഡയമണ്ട് പോലും. ഇനി എത്ര സമയമാവും സൂപ്പർ സ്പീഡോ? ഞാൻ റിക്കവർ ആവാൻ കുറച്ച് സമയം പിടിക്കും. പക്ഷെ ഞാൻ ഇപ്പോൾ പറക്കുന്ന കണ്ടീഷനിലാണ്. എന്നാൽ ഓക്കെ, ഇമ്മീഡിയറ്റ് ആയിട്ട് ഹെലികോപ്റ്ററിനെ ഫോളോ ചെയ്ത് ചെല്ല്. അവര് നമ്മുടെ കൂട്ടുകാരെ കൊണ്ടുപോയ ആ സ്ഥലം നമ്മൾ കണ്ടെത്തണം.
ഇന്ന് മുതൽ നിങ്ങൾ എല്ലാവരും ഇവരെ പോലെ ഇവിടെ തന്നെയാണ് താമസിക്കാൻ പോകുന്നത്. രാത്രിയും പകലും ഇവിടെ ജോലി ചെയ്യണം. മാസ്റ്റർ മോജോയ്ക്ക് വേണ്ടി ഡയമണ്ട് കണ്ടെത്തുന്ന ജോലി ചെയ്യണം. നിങ്ങൾ എല്ലാവരും മാസ്റ്റർ മോജോയ്ക്ക് വേണ്ടി ഡയമണ്ട് തിരയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കഴിക്കാൻ വേണ്ടി ഒരു രാജകീയ വിരുന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ? അയ്യോ രാജകീയമായ വിരുന്ന്. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ്. മാസ്റ്റർ മോജോന്റെ ഹൃദയം പോലും വൈരം കൊണ്ടുണ്ടാക്കിയതാണ്. നല്ലതുപോലെ കഴിക്കൂ. എല്ലാവരും നന്നായി എൻജോയ് ചെയ്യൂ. പക്ഷേ ജോലി ചെയ്യാതെ ആഹാരം കഴിക്കുന്നത് അത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമായി മാറും. നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഇവരെ പോലെ രാവും പകലും ജോലി ചെയ്ത് കാണിക്ക്. ഡയമണ്ട് കണ്ടുപിടിക്ക്. നിങ്ങൾക്ക് ആവശ്യമായ ഈ രാജകീയ ഫുഡ് ഞാൻ നിങ്ങൾക്ക് തരാം. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? ദാ ഇത് കണ്ടോ? That's it. ആ ചപ്പാത്തി എനിക്കിതാ. അതെന്റേതാണ്. എനിക്ക് വേണം. ഒരെണ്ണം എനിക്കിതാ. എന്റെ ചപ്പാത്തി എനിക്കിതാ. ഡയമണ്ട് കൊണ്ടുണ്ടാക്കിയ ഹീറോ ആണ് ഞാനാണ് മാസ്റ്റർ മോജോ. അടുത്തവരുടെ അധ്വാനം ചുരണ്ടി തിന്നത് നിനക്ക് ഇത്രയ്ക്കൊന്നും ധിക്കാരം പാടില്ല. എന്താണ് പറഞ്ഞത്? സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ നിങ്ങൾക്കൊരു വാണിംഗ് തന്നതാണ്. നിങ്ങളെല്ലാവരും ഇവിടുന്ന് ഒന്നും മിണ്ടാതെ വിടുന്നതാണ് നല്ലത്. മാസ്റ്റർ മോജോയുടെ സാമ്രാജ്യത്തിലേക്ക് വന്ന് നിങ്ങൾ എന്നെ തന്നെ വിരട്ടുകയാണല്ലേ? അവരെ ഞാൻ വിട്ടയച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യുന്നു ചോദിക്കാനല്ലേ? ഞാൻ ഒരു ഒറ്റ നിമിഷത്തിൽ ഈ സ്ഥലം മുഴുവൻ സെർച്ച് ചെയ്ത് ഡയമണ്ട് എവിടെ ഉണ്ടെങ്കിലും തേടി കണ്ടുപിടിച്ച് കൊണ്ടുവരും. ഇതുവരെ ടോണി മാത്രമായിരുന്നു നമ്മളുടെ ബോസ്. ഇനി മുതൽ നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ബോസ്. എനിക്കും അങ്ങനെ തന്നെയാ. മോജോ ബോസ്, മോജോ ബോസ്. ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ ടീം മെമ്പർ ആകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആളായിട്ട് ഞാൻ ഇവരെല്ലാരും സൂപ്പർവൈസ് ചെയ്തോളാം. നീ ആളൊരു ബുദ്ധിമാനാണെന്ന് തോന്നുന്നല്ലോ. ഓക്കേ, നിങ്ങൾ മൂന്നാളും എന്റെ കൂടെ വരൂ. ഇന്ന് മുതൽ നിങ്ങൾ 3 പേരും ഇവരെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു കാര്യം നന്നായി ഓർത്തോളൂ. ഇവിടെയുള്ള ആരെങ്കിലും ഒരു ഡയമണ്ട് പോലും മോഷ്ടിച്ചാൽ പിന്നെ ഈ മാസ്റ്റർ മോജോ നിങ്ങളെ ചവിട്ടിക്കൂട്ടി പണി പപ്പടമാക്കും. ഓർമ്മിച്ചോളൂ. ഡയമണ്ട് കൊണ്ടുണ്ടാക്കിയ ഹീറോ ആണ് ഞാനാണ് മാസ്റ്റർ മോജോ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ മോജോ. ഞാനാണ് കീക്കോ. ഞാൻ സൺസിറ്റിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ ഇവരെല്ലാവരെയും അങ്ങ് വിട്ടയച്ചേക്ക്. സോറി കിക്കോ, ഞാൻ നിന്നെ കണ്ട് പേടിച്ചു പോയി. ശരിക്കും പേടിച്ച് വിറയ്ക്കുകയാണ്. നീ എന്താ പറഞ്ഞ? മാസ്റ്റർ മോജോയുടെ സ്ഥലത്തേക്ക് വന്ന് നീ എന്നെ തന്നെ വിരട്ടുകയാണല്ലേ? ഡയമണ്ട്സ് കൊണ്ടുണ്ടാക്കിയ ബുള്ളറ്റ്സ് കൊണ്ട് ഞാനിപ്പോ ഷൂട്ട് ചെയ്യാൻ പോവാണ്. ഡയമണ്ട് കൊണ്ടുണ്ടാക്കിയ ഹീറോ ആണ് ഞാനാണ് മാസ്റ്റർ മോജോ. മാസ്റ്റർ മോജോ ഷൂട്ട് ചെയ്യുന്ന ബുള്ളറ്റ്സ് പോലും ഡയമണ്ട് കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. കീക്കോ, എന്റെ സിസ്റ്റംസ് എല്ലാം ഇനിയും ശരിയായിട്ടില്ല. ഈ സിറ്റുവേഷനിൽ എനിക്ക് മാസ്റ്റർ മോജോയെ എതിർത്ത് പോരാടുവാൻ പറ്റില്ല. ഓക്കേ സൂപ്പർ സ്പീഡോ, ലെറ്റ്സ് ഗോ. ആദ്യം നിന്റെ സിസ്റ്റം നീ ശരിയാക്ക്. കീക്കോ, ആ കാർ ഡയമണ്ട് കൊണ്ടുണ്ടാക്കിയതാണ്. വളരെ സ്ട്രോങ് ആണ്. അത് അത്ര പെട്ടെന്നൊന്നും തകർക്കാൻ പറ്റില്ല. സൂപ്പർ സ്പീഡോ, എത്രയും പെട്ടെന്ന് ആ കുന്നിന്റെ മുകളിലേക്ക് പോ. ഫോർമുല നമ്പർ 37 അപ്ലൈ ചെയ്യ്.
കേക്കോ, എന്റെ മുഴുവൻ സിസ്റ്റം വീണ്ടും ഹാങ് ആയി കഴിഞ്ഞു. ഇപ്രാവശ്യം വളരെ സീരിയസ് ഡാമേജ് ഏർപ്പെട്ടിട്ടുണ്ട്. എനിക്കിപ്പോൾ അനങ്ങാൻ പോലും പറ്റുന്നില്ല. ഞാൻ റിക്കവർ ആവാൻ ഒരുപാട് സമയം ആവശ്യമുണ്ട്. ഡയമണ്ട് കൊണ്ടുണ്ടാക്കിയ ഹീറോ ആണ് ഞാൻ. എന്റെ പേര് മാസ്റ്റർ മോജോ. മാസ്റ്റർ മോജോ, എനിക്ക് ഡയമണ്ട് എന്ന് വെച്ചാൽ ജീവനാണ്. ഇപ്പോ ഡയമണ്ടിനെ കുഴിച്ചു മൂടുന്നത് പോലെ ഈ കുന്നിൽ തന്നെ നിങ്ങളെ ഞാൻ കുഴിച്ചു മൂടും. ഇപ്പൊ നിന്നെ രക്ഷപ്പെടുത്താൻ എനിക്കറിഞ്ഞ ഒരൊറ്റ വഴിയേ ഉള്ളൂ. സൂപ്പർ സ്പീഡോ, നീ R7ലേക്ക് തന്നെ തിരിച്ചു പോയേക്ക്. വേഗം, അതിവേഗം R7ലേക്ക് തിരിച്ചു പോകട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഇവരെ എല്ലാവരെയും കൊണ്ടുപോയി നമ്മുടെ ആ ജയിലിലിട്ടേക്ക്. മറ്റു തടവുകാരിയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്. ഇനി നിങ്ങൾ എന്തെങ്കിലും അഭ്യാസം കാണിക്കാൻ ശ്രമിച്ചാൽ അപ്പോ മാസ്റ്റർ മോജോ നിങ്ങൾക്ക് ആഹാരത്തിന് പകരം ബുള്ളറ്റ് കഴിക്കേണ്ടി വരും. അതും ഡയമണ്ട് കൊണ്ടുണ്ടാക്കിയ ബുള്ളറ്റ്. നമ്മൾ ശരിക്കും ഒന്ന് കുടുങ്ങിപ്പോയല്ലോ. ഇനി നമ്മളിപ്പോ എന്ത് ചെയ്യും കേക്കോ? ഈ സ്ഥലത്ത് നമുക്ക് ആഹാരം പോലും കിട്ടുന്നില്ല എന്ന് തോന്നുന്നല്ലോ. ഇവിടെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? ഒരുപാട് നേരത്തേക്കൊന്നുമല്ല. സൂപ്പർ സ്പീഡോ ഒന്ന് റിക്കവർ ആയിക്കോട്ടെ. സൂപ്പർ സ്പീഡ് റിക്കവർ ആയി കഴിഞ്ഞാൽ നിനക്കതെങ്ങനെ മനസ്സിലാവും? ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ ഹൗ? സൂപ്പർ സ്പീഡോ റിക്കവർ ആയി കഴിഞ്ഞാൽ ഉടനെ R7ന്റെ ഈ ലൈറ്റ് ഗ്രീൻ കളറിൽ ബ്ലിങ്ക് ആവും. ഇവിടെയെല്ലാം ശരിയാണല്ലോ അല്ലേ? ഒന്നും ശരിയല്ല മോനെ കിക്കോ. ഡയമണ്ടിനെ തെരഞ്ഞ് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ നഷ്ടപ്പെടുമെന്നാണ് തോന്നുന്നത്. മമ്മി, ദയവ് ചെയ്ത് ഞങ്ങളെ ഒന്ന് രക്ഷിക്കൂ. ഒരു കാര്യം അറിയാവോ? രാത്രി പകല് മുഴുവൻ ജോലി ചെയ്തിട്ടും ഞങ്ങൾക്ക് കഴിക്കാൻ അവൻ എന്താ തന്നെന്നറിയോ? 10 ആൾക്കാരുടെ നടുവിലിരുത്തിയിട്ട് വെറും ഒരേ ഒരു ചപ്പാത്തിയാ തന്ന്. അതിന് മസാലയും ഇല്ല, അച്ചാറും ഇല്ല. അയ്യോ അയ്യോ. ടെമ്പോ അണ്ണാ, നിങ്ങൾ ഇവരെ എല്ലാവരെയും വിളിച്ചോണ്ട് ഇവിടുന്ന് എസ്കേപ്പ് ആവൂ. അപ്പൊ നീയോ? ഞാൻ മോജോയുടെ ഈ സാമ്രാജ്യം മുഴുവൻ നശിപ്പിച്ചിട്ട് വന്നേക്കാം. എങ്കിൽ മാത്രമേ ഇനി അവൻ ആരെയും അറസ്റ്റ് ചെയ്യാതിരിക്കൂ. സാമ്രാജ്യം ഇല്ലെങ്കിൽ പിന്നെ മോജോയ്ക്ക് ആരെ ഭരിക്കാൻ പറ്റും? വേണ്ട മോനെ കീക്കോ, നിന്നെ ഇവിടെ തനിച്ചാക്കിട്ട് ഞങ്ങൾ ആരും ഇവിടുന്ന് പോവില്ല. കേക്കോ, അങ്ങനെ മാസ്റ്റർ മോജോയുടെ സാമ്രാജ്യം നീ തകർക്കണമെന്ന് കരുതുകയാണെങ്കിൽ ആദ്യം നീ അവന്റെ ധിക്കാരത്തെ അടക്കണം. അവന്റെ ധിക്കാരത്തിന് എന്താണ് കാരണം എന്നറിയോ? അതാണ് അപൂർവമായ ഒരു വലിയൊരു ഡയമണ്ട്. അത് ഈ കുന്നുകൾക്കടുത്തുള്ള മാസ്റ്റർ മോജോയുടെ ബംഗ്ലാവിലാണുള്ളത്. അവൻ അതിനെ വളരെ കെയർഫുൾ ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഒരൊറ്റ ഡയമണ്ട് മാത്രം നിന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ പിന്നെ ആ മാസ്റ്റർ മോജോ ചിന്ന ഭിന്നമായി തീരും. ആലോചിച്ച് നോക്കുമ്പോ നിങ്ങൾ പറഞ്ഞതും ശരിയാ. എന്റെ സൂപ്പർ സ്പീഡോ ഇനിയും റിക്കവർ ആയിട്ടില്ല. അവൻ വൈകുന്നേരം ഈ സമയത്ത്, അതായത് മാസ്റ്റർ മോജോ ഈ ഏരിയ ഫുൾ ആയിട്ട് ഒരു റൗണ്ട് പോയിട്ട് വരും. ആ സമയത്ത് അവന്റെ ബംഗ്ലാവിൽ സെക്യൂരിറ്റി പോലും വളരെ കുറവാണ്. എന്ന് വെച്ചാൽ ഞാനിപ്പോ അവിടെ തനിച്ചു പോകുന്നതാണ് നല്ലത്. ശരി, ഓക്കെ, ഞാൻ ആ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. ഞാനല്ല, നമ്മൾ. ഇതുപോലൊരു സിറ്റുവേഷനിൽ നിന്നെ തനിച്ചാക്കി പോയി കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട്ഷിപ്പിന് എന്താണ് അർത്ഥമുള്ളത്? നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ നിന്നോ. ഞങ്ങൾ പോയി അവന്മാരെ വകവരുത്തിയിട്ട് വരാം. R7ന്റെ ലൈറ്റ് ഇപ്പോ ഗ്രീൻ കളറിൽ ബ്ലിങ്ക് ആവുന്നുണ്ട്. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, നീ ഇപ്പോ ഫുള്ളായിട്ട് റിക്കവർ ആയി കഴിഞ്ഞല്ലോ അല്ലേ? യെസ് ബഡി, വിഷമിക്കണ്ട. ഞാനിപ്പോൾ ഏത് ചാലഞ്ചും ഫേസ് ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ സൂപ്പർ സ്പീഡോ, നീ അവിടെ ചെന്നെത്തിയതും നിന്റെ സൈസ് ചെറുതാക്കി മാറ്റിക്കോ. അപ്പൊ നിന്നെ ആർക്കും കാണാൻ പറ്റില്ല. ആ അങ്കിൾ നമ്മളോട് പറഞ്ഞത് ഈ ബംഗ്ലാവിനെ കുറിച്ചാണ്. ആ വലിയ ഡയമണ്ട് ഇവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നമ്മളിപ്പോ ഈ ഗാർഡ്സിനെ എന്ത് ചെയ്യും? ഈക്കോ, ആ ഗോഡ്സിലർ തലകറങ്ങി വീഴുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യേ. ഇല്ല ഡോഡോ, ട്രിക്ക് യൂസ് ചെയ്യേണ്ട സമയത്ത് കിക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എടാ, അത് എന്റെ കോയിനാണ്. എന്റെ കോയിനാണ്. അല്ലോ, നിന്റെ കോയിനോട്. ഒരുപാട് ദൂരം നടന്നത് കൊണ്ട് ഭയങ്കര വിശപ്പുണ്ട്. അവസാനമായിട്ട് 2 ക്യാൻഡീസ് മാത്രമേ എന്റെ കയ്യിലുള്ളൂ. അത് ഞാൻ ആദ്യം കഴിച്ചോട്ടെ. അപ്പൊ അതാണല്ലേ കാര്യം. ഓർമ്മിച്ചോ,
വൈറ്റ് ബ്ലോക്സിൽ മാത്രം നമ്മൾ കാല് വെച്ച് നടന്നു പോകണം. ഈ നമ്പറിംഗ് സിസ്റ്റം ഓപ്പൺ ചെയ്യാൻ ഒരുപാട് സമയമാവുന്ന തോന്നുന്നേ. നീ ഒരു കാര്യം ചെയ്യ് സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 47 യൂസ് ചെയ്യേ. എന്റെ അമ്മച്ചിയെ, ഇത് ഡയമണ്ട് ആണോ അതോ ഡയമണ്ടിന്റെ രാജാവാണോ? ഈ സ്ഥലം ചുരുങ്ങി ചുരുങ്ങി വരികയാണ്. കീക്കോ, നിങ്ങൾ ആ ബോക്സ് എടുത്തോണ്ട് ഓടിക്കോ, ഞാൻ പുറകെ വന്നേക്കാം. ഞാൻ ഡയമണ്ട് കൊണ്ടുണ്ടാക്കിയ ഹീറോ ആണ്. ഞാനാണ് മാസ്റ്റർ മോജോ. എന്റെ കൊട്ടാരത്തിൽ വന്ന് ഞാൻ അറിയാതെ എന്റെ ഡയമണ്ട് എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുകയാണല്ലേ? ഇറ്റ്സ് ഓക്കെ. ആ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡയമണ്ട് ഉള്ള ബോക്സ് നീ എനിക്ക് തിരിച്ചു തന്നേക്ക്. അതിന് പകരം ഞാൻ നിനക്കെതിരായിട്ട് ഒരുപാട് ചെറിയ ചെറിയ അതിസുന്ദരമായ ടോയ്സ് എറിഞ്ഞു തരാം. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 34. നിനക്ക് അത്രയ്ക്ക് ധിക്കാരമാണോ? നിങ്ങൾ ഒറ്റൊരുത്തരെയും ഞാൻ വെറുതെ വിടില്ല. എഴുതി വെച്ചോ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 67. ഇപ്പൊ നോക്കിക്കോ, നിങ്ങളെല്ലാവരും ചിന്ന ഭിന്നമായി ചെതറും. ഞാൻ നിങ്ങളെ വിടുന്ന പ്രശ്നമേ ഇല്ല. ഡയമണ്ട് വെച്ച് മാത്രമേ ഡയമണ്ടിനെ കട്ട് ചെയ്യാൻ പറ്റൂ. യെസ്, മോജോയുടെ ഡയമണ്ട് കാറിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള ഐഡിയ കിട്ടിക്കഴിഞ്ഞു. ഞാൻ എന്തെങ്കിലും ചെയ്ത് മോജോയെ കളിപ്പിക്കാം. അതിനുള്ളിൽ നീ ഫോർമുല നമ്പർ 138 ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ ബഡി, ഫോർമുല നമ്പർ 138 ആക്ടിവേറ്റിംഗ്. ഹലോ മോജോ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് പിടിച്ചു കാണിക്കേ. എടാ ചെറുക്ക, നിനക്ക് അത്രയ്ക്ക് ധിക്കാരം പാടില്ല. നീ മാസ്റ്റർ മോജോയുടെ സ്ഥലത്ത് വന്ന് മാസ്റ്റർ മോജോയെ തന്നെ ചാലഞ്ച് ചെയ്തിരിക്കുകയാണല്ലേ? ഇപ്പൊ ഞാൻ നിന്നെ എന്താ ചെയ്യാൻ പോകുന്ന നോക്കിക്കോ. ഡയമണ്ട് ഹീറോ ആണടാ, മാസ്റ്റർ മോജോ. ഞാൻ ഡയമണ്ട് ബുള്ളറ്റ് ഷൂട്ട് ചെയ്യാണ്. അഡേസി ഗ്ലൂ മോഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഡയമണ്ട് അതിലൊട്ടിച്ചു വെച്ചേക്കാം. ഓ, എന്റെ ഡയമണ്ട് ഡയമണ്ട് ഡയമണ്ട്! വരൂ വരൂ, എന്റെ കയ്യിലേക്ക് വരൂ. എന്റെ സൂപ്പർ കിക്കിന്റെ പവർ എന്താണെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ആ! വില്ലത്തിനും ചെയ്യുന്ന വില്ലനായി നിന്നെ ഇപ്പോൾ ഇല്ലാതാക്കിയത് കണ്ടില്ലടാ. എന്താ പറഞ്ഞത്? സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ, യു ആർ അണ്ടർ അറസ്റ്റ്. ഈ കാർ ഞാൻ പൊളിച്ചെടുക്കാൻ പോവാണ്. ഈ കാറിനെ തകർത്ത് സ്ക്രാപ്പാക്കി മാറ്റാൻ പോവാണ്. ഗണ്ടഗോൾ ഗണ്ടഗോൾ. നീ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിന്നേക്ക് ടിൻ മാൻ. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിനക്ക് സൺസിറ്റിയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ധൈര്യമുണ്ടെങ്കിൽ നീ ആദ്യം എന്റെ കൂടെ ഏറ്റുമുട്ട്. ടിൻ ഡബ്ബ, ഒരു മിനിറ്റ്. ടിൻ എന്ന് പറഞ്ഞപ്പോഴും ഓർമ്മ വന്നത്, കുറച്ച് ടിൻ ഫുഡ് കഴിച്ചേക്കാമേ. എനിക്ക് ഒരുപാട് വിശക്കുന്നു.
ഗോൾ. നീ എന്തായി ചെയ്യുന്നത്? ശത്രുവിന്റെ കൂടെ ഏറ്റുമുട്ടാൻ വന്നതാണോ അതോ കല്യാണ വീട്ടിൽ വിരുന്നിന് വന്നതാണോ? എല്ലാം ഇപ്പോൾ നീ നശിപ്പിച്ചു. ഗോണ്ടഗോൾ ഗംഗുലിയുടെ ഫിലിം അത് ഡമ്മി പീസ് ആക്കരുത്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? അങ്കിൾ ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ നോ. അതായത് ഈ ഗോണ്ടഗോൾഡ് എന്ന് വെച്ചാൽ എന്താണ് അങ്കിൾ? നിങ്ങൾക്ക് അതുപോലും അറിയില്ലേ? ഇങ്ങോട്ട് നോക്ക്. ഒരു ഗോണ്ടഗോൾ അതെന്റെ പേരാണ്. ഇനി ഒരു ഗോണ്ടഗോൾ അതായത് ഫൈറ്റ് ആക്ഷൻ. പക്ഷെ ഈ ചെക്കനോടല്ലോ എല്ലാം നശിപ്പിച്ചിരിക്കുക. ഞാനാണ് ഗോണ്ടഗോൾ ഗാംഗുലി. സിനിമ പടം എടുക്കാൻ വന്നിരിക്കുക. ഗോലി. ആർക്കും മനസ്സിലാകാത്തൊരു പേര് അയാളുടെ പേര്. ഇയാളുടെ സിനിമ ആർക്കും മനസ്സിലാവില്ലെന്ന് തോന്നുന്നു. ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഗോണ്ടഗോളിനെക്കാളും വളരെ അധികമായ ഗോണ്ടഗോൾ. ഗോൾ എന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. റൗണ്ട് ആയിരിക്കുന്ന രസഗുല്ല എന്ന് കഴിച്ചേക്കാം. അത് രസഗുല അല്ല, രസഗുല. അതായത് എനിക്ക് സ്ട്രീറ്റില് അതായത് ഞാൻ പറഞ്ഞു വന്നത് സൺ സിറ്റിയിൽ ഹീറോ മാത്രമല്ല ഒരു സൈഡ് ഹീറോ പോലും കിട്ടില്ലെന്നാ തോന്നുന്നത്. ഷെടാ അങ്കിൾ, നിങ്ങൾ ഒരു കാര്യം പറയൂ. അങ്കിളിന്റെ ഫിലിമിലെ ഹീറോ എങ്ങനെയുണ്ടാവണമെന്നാ പറയുന്നേ? ഹീറോ അല്ല, സൂപ്പർ ഹീറോ എന്ന് പറ. എന്റെ ഫിലിമിന് വരുന്ന ഹീറോ വളരെ ബ്രേവ് ആയിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. അങ്ങനെ ഒരു ഹീറോ ആണ് എനിക്ക് ആവശ്യം. അവൻ ശത്രുവിനെ ഗണ്ണിൽ നിന്നും തെറിക്കുന്ന ബുള്ളറ്റിനേക്കാൾ വളരെ ശക്തമായി അടിക്കണം. ഒന്നിനും പേടിക്കരുത്. ഈ സ്റ്റീൽ മാന്റെ കൂടെ ഫൈറ്റ് ചെയ്യണം. പിന്നെ ഓരോ സമയത്തും സൂപ്പറായിട്ട് വിസിലടിക്കണം. നിങ്ങൾ പറഞ്ഞ എല്ലാ ക്വാളിറ്റിയും കീക്കോയിനുണ്ട്. അത് മാത്രമല്ല അവന്റെ അടുത്ത് സൂപ്പർ സ്പീഡോയും ഉണ്ട്. അതൊരു സൂപ്പർ കാറാണ്. എന്ത്? നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? എന്നാ പിന്നെ കലക്കി. എന്നാ പിന്നെ നീയാണ് ഞങ്ങളുടെ സിനിമയിലെ സൂപ്പർ ഹീറോ, ചട്ടി മാൻ. വേണമെങ്കിൽ നോക്കിക്കോ, ഞാൻ നിന്നെ എങ്ങനെ ഓവർനൈറ്റിൽ സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റാൻ പോകുന്നെന്ന്. ഹേയ്, എല്ലാം റെഡിയാക്കൂ. അയ്യോ, ഞങ്ങളുടെ കീക്കോ രാത്രിയിൽ മാത്രമല്ല, പകൽ സമയത്ത്, ആഫ്റ്റർനൂണിൽ, ഈവനിങ്ങില്, ഓൾ ദ ടൈം. ഓൾറെഡി സൂപ്പർ സ്റ്റാർ ആണ് അവൻ. നീ എന്താ കരുതിയത്? സ്റ്റാറാ, സൂപ്പർ സ്റ്റാർ അവൻ. സൂപ്പറിനെക്കാളും വളരെ വലിയ സ്റ്റാർ, സൂപ്പർ ഡൂപ്പർ സ്റ്റാർ. ഇന്നു മുതൽ നീയും നിന്റെ കാറും ഞങ്ങളുടെ സിനിമയിൽ ജോലി ചെയ്യണം. ഞാനാണ് ഗണ്ടഗോൾ ഗംഗുലി. ഞാൻ പടം ഇറക്കാൻ വന്നിരിക്കുകയാണ്. ഗോലി. താങ്ക് യു ഫോർ ദി ഓഫർ ഗോണ്ടഗോൾഡ് അങ്കിൾ. പക്ഷെ എനിക്ക് നിങ്ങളുടെ ഫിലിമിൽ ആക്ട് ചെയ്യാൻ പറ്റില്ല. ഷെടാ, എന്താ ഇത്? അവസാന നിമിഷത്തിൽ നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ മലയാളം. എന്തുകൊണ്ടാ നിനക്ക് ആക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്? കാരണം ഞാനും സൂപ്പർ സ്പീഡോയും റോങ്ങിനെ റൈറ്റ് ആക്കാൻ വേണ്ടി മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ. ഫിലിമിൽ വന്ന് ജോലി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളുടെ കോൺസെൻട്രേഷൻ ഡൈവേർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. എന്തൊരു വാക്കാ നീ പറഞ്ഞത്? അതായത് ഡയറക്ടർ ഗോൾ അല്ല, ഗുണ്ടഗോൾ. ഡയറക്ടർ ഗുണ്ടഗോൾ എന്ന് പറയൂ. ഡയറക്ടർ ഗുണ്ടഗോൾ ഗംഗുലി. നിങ്ങൾ പറയുകയാണെങ്കിൽ ആ ഹീറോന്റെ റോൾ ഞാൻ തന്നെ അങ്ങ് ചെയ്തേക്കാം. ഓൾറെഡി ഞാൻ വലിയ ഫിലിംസിലെല്ലാം വലിയ ആക്ഷൻ റോൾ ചെയ്തിട്ടുണ്ട്. അതെ. അല്ല, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഇതുവരെ നിങ്ങൾ ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ആക്ഷൻ സീൻ ഒക്കെ ചെയ്യുന്നത്. ക്യാമറയിൽ എന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആർക്കും എന്നെ അടയാളം കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞത്. പക്ഷേ ഞാൻ തീർച്ചയായിട്ടും ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നെ വിശ്വസിക്കൂ. നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണോ? പിന്നല്ലാതെ. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ ഫിലിം റോൾ വന്ന് വീഴട്ടെ. ഇത്ര നേരം അയാൾ പറഞ്ഞാലും പച്ചക്കള്ള. പക്ഷെ നിങ്ങൾ അത്ര പെട്ടെന്ന് ആക്ഷൻ സീൻസ് ചെയ്താൽ എനിക്ക് പോലും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ലെന്നാ തോന്നുന്നത്. പിന്നെ സിനിമ എടുത്തിട്ട് എന്താ പ്രയോജനം? പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ സിനിമ ചെയ്യുന്നത് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാ. ഒരു കൊച്ചു പയ്യന് മാത്രമേ എന്റെ സിനിമയിൽ ഹീറോ ആകാൻ പറ്റൂ. നിങ്ങൾക്കൊരു കൊച്ചു ചെക്കനെയല്ലേ ആവശ്യം അങ്കിൾ? ഞാൻ നിങ്ങളുടെ ഫിലിമിൽ അഭിനയിക്കാൻ വേണ്ടി ഓഡിഷന് വന്നതാ. ഹീറോയുടെ റോൾ ചെയ്യാൻ വേണ്ടി വന്നതാ. കുഴപ്പമില്ല, കാണാൻ ആള് സുന്ദരനാണല്ലോ. ഹേയ്, ആദ്യം നിന്റെ പിന്നിൽ തൂങ്ങിക്കിടക്കുന്ന ആ പാവട എടുത്തു മാറ്റ്. ഞാൻ ആരംഭത്തിലെ ടോണി ബോസിനോട് പറഞ്ഞതാ, ആ പാവാട എടുത്ത് മാറ്റാൻ പറഞ്ഞതാ. അല്ലെങ്കിൽ നിന്നെ കാണാൻ ജോക്കറിനെ പോലെ ഉണ്ടാവും പറഞ്ഞതാ. സബാഷ്.
ഇനി മുതൽ ഈ ടോണിയാണ് എന്റെ സിനിമയിലെ ഹീറോ. ഞാനാണ് ഗൊണ്ടഗോൾ ഗംഗുലി. സിനിമ പടം പിടിക്കാൻ പോവാ. ഗോലി ഗോലി. നീ വേണമെങ്കിൽ നോക്കിക്കോ. നിന്നെ ഞാൻ ഓവർനൈറ്റിൽ ഒരു സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റാൻ പോവാ. സൂപ്പർ ഹീറോയുടെ കോസ്റ്റ്യൂം എടുത്തോണ്ട് വരൂ. എന്ത് സൂപ്പർ ഹീറോയുടെ കോസ്റ്റ്യൂമോ? അത് കലക്കി. തീർച്ചയായിട്ടും അത് സൂപ്പർ കോസ്റ്റ്യൂം ആയിരിക്കും. ഞാൻ ആ കോസ്റ്റ്യൂം ഇട്ടിട്ട് സ്റ്റൈൽ ആയിട്ട് ഇങ്ങനെ റോക്കറ്റ് പോലെ കാറ്റിൽ പറന്നു പോകും. ഇതാണ് നിനക്കുള്ള സൂപ്പർ ഹീറോ കോസ്റ്റ്യൂം. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഒരു പക്ഷെ നിനക്ക് എന്റെ സിനിമയുടെ ടൈറ്റിൽ എന്താണെന്ന് അറിയില്ലെന്നാ തോന്നുന്നത്. അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്. എന്ത് ചഡ്ഡിമാനോ? ഇങ്ങോട്ട് നോക്കൂ കുട്ട, സിനിമയുടെ പേര് തന്നെ ചഡ്ഡിമാൻ ആണെങ്കിൽ അപ്പൊ പിന്നെ ഞാൻ നിനക്ക് കോസ്റ്റ്യൂമായിട്ട് ഷെഡിയില തരാൻ പറ്റൂ. കോട്ടും സൂട്ടും ഇടാൻ പറ്റൂ. ഇങ്ങനെ ബലൂൺ പോലെ മുഖം വീർപ്പിച്ച് നിൽക്കരുത്, മനസ്സിലായോ? പെട്ടെന്ന് പോയി പടപടാന്ന് ചേഞ്ച് ചെയ്തിട്ട് വന്നേ. ആ പിന്നെ ഈ സീനും നല്ലോണം ഓർമ്മ വെച്ചോ. നമ്മളിപ്പോ ഈ സീനാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. എന്റെ പേര് ഗണ്ടഗോൾ ഗംഗുലി. സിനിമ പടം പിടിക്കാൻ വന്നിരിക്കുക. ഗോലി ഗോലി. ഇതുപോലെ ഒരു ഷോട്ട് വെച്ചാൽ സൂപ്പർ ആയിരിക്കും. ആൻഡ് ആക്ഷൻ. എന്നെ ആരാ തടഞ്ഞു നിർത്തുന്നതെന്നൊന്ന് നോക്കട്ടെ. നിന്നെ ഞാൻ തടഞ്ഞു നിർത്താമടാ. നീ ഇപ്പൊ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്ക്. ഞാൻ ഇവിടെ ഉള്ളത് വരെ നിനക്ക് സൺസിറ്റിയെ ഒന്നും ചെയ്യാനാവില്ല. ധൈര്യമുണ്ടെങ്കിൽ ആദ്യം എന്നോട് വന്ന് ഏറ്റുമുട്ട് ടിന്നിന്റെ ഡപ്പ്. അല്ലെങ്കിൽ ഞാൻ നിന്നെ എന്റെ അമ്മേ. നീ പറഞ്ഞതിപ്പോ ഞാൻ ചെയ്ത് കാണിക്കാമെടാ. നീ എന്നോട് ഏറ്റുമുട്ടാൻ വന്നിരിക്കുകയാണല്ലേ? ചേടാ, ഞാൻ പറയാൻ വന്ന ഡയലോഗ് ഒന്ന് ഫുള്ളായിട്ട് പറഞ്ഞു തീർക്കട്ടെ. എന്തോ ഇതൊക്കെ? അങ്ങനെയൊന്നും ചെയ്യരുത്. എനിക്ക് ഒരു വളരെ സ്ട്രോങ് ആയ കാർ ആവശ്യമുണ്ട്. ഇങ്ങനെയൊക്കെ സിനിമ എടുത്താൽ അത് ഫ്ലോപ്പ് ആയി പോകും. ടോണി, നിന്നെ വെച്ച് ഇതിൽ കൂടുതൽ എനിക്ക് സിനിമ എടുക്കാൻ പറ്റില്ല. പക്ഷേ ഹണ്ടഹോൾ അങ്കിൾ. ഹണ്ടഗോൾ അല്ല, ഗൊണ്ടഗോൾ. ഞാനാണ് ഗൊണ്ടഗോൾ ഗംഗുലി. ഞാൻ സിനിമ പടം പിടിക്കാൻ വന്നിരിക്കുക. ഗോലി ഗോലി. നിന്നെ പോലെ ഡമ്മി സ്റ്റാർ ഒന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് ആവശ്യം സൂപ്പർ ഹീറോയാണ്. ഞാൻ ഇറങ്ങുന്നു. ബൈ. ഒരു മിനിറ്റ് അങ്കിൾ, എന്തിനാ ഇപ്പൊ പാക്കപ്പ് ചെയ്യുന്നത്? നിങ്ങൾക്കിപ്പോ എന്താണ് ആവശ്യം? വളരെ സ്ട്രോങ് ആയ ഒരു സൂപ്പർ ഫാസ്റ്റ് കാർ വേണം. അതില്ലെങ്കിൽ ഞാൻ ഷൂട്ടിംഗ് ചെയ്യുന്നില്ല. പക്ഷെ അത്രയ്ക്കൊരു സ്ട്രോങ് ആയ കാർ എവിടുന്ന് കിട്ടും? അതെങ്ങനെയാ ഈ റോബോട്ടിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാ? അയ്യോ, ഒരു കാറും അത്രയ്ക്ക് സ്പീഡ് ആവില്ല സാറേ. അത് ശരിയാണല്ലോ. സൂപ്പർ സ്പീഡോ? കിക്കോ, പ്ലീസ് നീ നിന്റെ സൂപ്പർ സ്പീഡാണ് ഷൂട്ടിങ്ങിന് തന്നേക്ക്. പ്ലീസ് പ്ലീസ് പ്ലീസ്. പറ്റില്ല ടോണി, ഫിലിം ഷൂട്ടിങ്ങിനൊക്കെ എന്റെ സൂപ്പർ സ്പീഡോ എനിക്ക് തരാൻ പറ്റില്ല. പ്ലീസ് ഒന്ന് സമ്മതിക്ക് കിക്കോ. ആഫ്റ്റർ ഓൾ നമ്മളെല്ലാവരും കൂട്ടുകാരല്ലേ? ഏത് ജോലി കൊടുത്താലും ടോണി ഗുലുമാലാക്കുന്നതാണ് പതിവ്. കിക്കോ, ഏതായാലും കുറച്ച് സൂക്ഷിക്കണം കേട്ടോ. ടോണി ബോസിന് മെന്റൽ കേസാണ്. ചെല്ല് വേഗം ചെന്ന് പാക്കപ്പ് ചെയ്യ്. ആ ചെക്കൻ സമ്മതിക്കില്ല. പ്ലീസ് കിക്കോ, കുറച്ച് സമയത്തിനെങ്കിലും എനിക്ക് സൂപ്പർ സ്പീഡ് തന്നേക്ക്. ഓക്കെ ടോണി, നിനക്ക് വേണ്ടി കുറച്ച് സമയത്തേക്ക് ഞാൻ എന്റെ സൂപ്പർ സ്പീഡോയെ തന്നേക്കാം. പക്ഷെ അതിനു മുമ്പ് ഒരു കണ്ടീഷൻ ഉണ്ട്. നീ എനിക്കൊരു പ്രോമിസ് ചെയ്തു തരണം. ഇന്നു മുതൽ നീ ആരെയും ഡിസ്റ്റർബ് ചെയ്യരുത്. ഈ ദിവസം മുതൽ ഞാൻ ആരെയും കളിയാക്കൂല, ഡിസ്റ്റർബ് ചെയ്യൂല. പ്രോമിസ് പ്ലീസ് എനിക്ക് തന്നേക്ക്. പിന്നെ വേറൊരു കാര്യം, ഈ ഫിലിം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ വലിയൊരാളായി മാറും. പിന്നെ ഇതുപോലെ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാൻ എനിക്ക് സമയം ഉണ്ടാവില്ല. വേഗം അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, നീ ഗൊണ്ടഗോൾഡ് അങ്കിളുടെ ഫിലിമിൽ ജോലി ചെയ്യണം. കൊള്ളാലോ. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഫിലിമിൽ ഞാനാണോ ഹീറോ? അല്ല, ഞാനാണ് ഹീറോ. അതെ, അടിപൊളി. ഈ വണ്ടി കാലക്കി നല്ല സ്റ്റൈലായിട്ടുണ്ട്. ടോണി, ഈ പടത്തിൽ നീ തന്നെയാ ഹീറോ. നിന്നെ ഞാൻ സൂപ്പർ സ്റ്റാർ ആക്കാം. എന്റെ പേര് ഗണ്ടഗോൾ ഗംഗുലി. ഞാൻ സിനിമ പടം പിടിക്കാൻ വന്നിരിക്കുക. ഗോലി ഗോലി.
ചെല്ല് എല്ലാവരും ചെന്ന് അവരവരുടെ ജോലി നോക്കി എല്ലാം അറേഞ്ച് ചെയ്യൂ. ആക്ഷൻ. ഈ കാറിനെ കൂടി ഞാൻ ആദ്യം പൊളിച്ചടുക്കിയ കാറിനെ പോലെ ചിന്ന ഭിന്നമാക്കും. അത് ശരി, നീ എന്നെ പൊട്ടിക്കാൻ പോവുകയാണോ? ഇപ്പൊ ഞാൻ നിന്നെ എങ്ങനെയാണ് തകർക്കാൻ പോകുന്നതെന്ന് കണ്ടോളൂ. ഇപ്പൊ എന്ത് പറ്റി ഗോണ്ടഗോൾഡ് അങ്കിൾ? എന്ത് പറ്റിയെന്നാണോ ചോദിക്കുന്നത്? നിന്റെ കാർ കാരണം എന്റെ റോബോക്ക് വലിയൊരു ഡാമേജ് ഏർപ്പെട്ടിരിക്കുക. പക്ഷെ ഗോണ്ടഗോൾഡ് അങ്കിൾ, സൂപ്പർ സ്പീഡോയുടെ സിസ്റ്റമിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആരെങ്കിലും അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ സൂപ്പർ സ്പീഡോ ഇമ്മീഡിയറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത് സ്വാഭാവികമാണ്. അത്രയ്ക്ക് പവർഫുൾ ആയ ഒരു കാർ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ സിനിമ എടുക്കുന്നത്? ടോണി, നീ ഈ സിനിമയിലെ ഹീറോ അല്ല. ഷൂട്ടിംഗ് കഴിഞ്ഞു. പാക്ക് അപ്പ്. ഒരു മിനിറ്റ് ഗോണ്ടഗോൾഡ് അങ്കിൾ, എനിക്ക് സൂപ്പർ സ്പീഡോയുടെ പവേഴ്സിനെ കുറയ്ക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യാം, അടുത്ത അരമണിക്കൂർ നേരത്തേക്ക് അവന്റെ പവേഴ്സ് ഒക്കെ ഡീആക്ടിവേറ്റ് ചെയ്യാം. അത് ചെയ്താലും മതി. അടുത്ത അരമണിക്കൂറിനുള്ളിൽ ഇന്ന് ഞാൻ എടുക്കേണ്ട എല്ലാ സീൻസും ഷൂട്ട് ചെയ്ത് തീർക്കും. ടോണി, ഇപ്പൊ നീയാണ് എന്റെ ഹീറോ. ഞാനാണ് ഗോണ്ടഗോൾഡ് ഗംഗുലി. ഞാൻ സിനിമ പടം പിടിക്കാൻ വന്നിരിക്കുകയാണ്. ഡീആക്ടിവേറ്റ് സൂപ്പർ സ്പീഡോസ് പവർ ഫോർ ഹാഫ് ആൻ അവർ. Okay, Kiko. ഇപ്പൊ നിങ്ങൾ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യൂ അങ്കിൾ. അടുത്ത അരമണിക്കൂറിന് സൂപ്പർ സ്പീഡോയുടെ ഒരു പവറും വർക്ക്ഔട്ട് ആവില്ല. ഇനി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്പീഡായിട്ട് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കേ. ഈസിയാണ്. അവന്റെ കൈവശം മറ്റൊരു പവേഴ്സും ഇല്ല. ആക്ഷൻ. കാർ ഞാൻ പൊളിച്ചെടുക്കാൻ പോവാണ്. ഈ കാറിനെ തകർത്ത് സ്ക്രാപ്പാക്കി മാറ്റാൻ പോവാണ്. കീക്കോ, ഷൂട്ടിംഗ് എന്ന പേരിൽ ഇവൻ എന്നെ തകർക്കാൻ ശ്രമിക്കുകയാണ്. എന്നെ രക്ഷിക്കേ. ഷൂട്ടിംഗ് നിർത്ത്. ആ റോബോട്ട് സൂപ്പർ സ്പീഡോയെ ഡാമേജ് ആക്കാൻ ശ്രമിക്കുകയാണ്. നോക്കൂ കുട്ടി, ഇവിടെ ഞാനല്ലാതെ വേറെ ആരും കട്ട് പറയരുത്. ഇവിടെ ഞാനാണ് ഡയറക്ടർ. ഞാൻ ഷൂട്ടിംഗ് കണ്ടിന്യൂ ചെയ്യൂ. വൗ, ഈ സീൻ കലക്കി. ഞാനാണ് ഗോണ്ടഗോൾഡ് ഗംഗുലി. സിനിമ പടം പിടിക്കാൻ വന്നിരിക്കുകയാണ്. ഗോലി. നിലവിന്റെ വെളിച്ചത്തിൽ മൂങ്ങിക്ക് താലാട്ടുപെടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞു വരുന്നത്? സാർ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിനൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്ന്. ഗോണ്ടഗോൾ എന്ന് പേരുള്ള ഒരു സയന്റിസ്റ്റ് സൂപ്പർ സ്പീഡോയെ നശിപ്പിക്കാൻ വേണ്ടി സൺ സിറ്റിയിലേക്ക് വരാൻ പോകുന്നു എന്ന് കേട്ടു. വരാൻ പോകുന്നു അല്ല, ഓൾറെഡി ഇവിടെ വന്നു കഴിഞ്ഞു. ഓൾറെഡി തകർക്കുന്ന ജോലി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സൂപ്പർ സ്പീഡോ ആയാലും ശരി, ഇനി കീക്കോ ആയാലും ശരി, അവരുടെ കാര്യം ഇനി പോക്കാ. പക്ഷെ ഗോണ്ടഗോൾ അങ്കിൾ, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതുവരെ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ. ഈ റോബോയെ ക്രിയേറ്റ് ചെയ്തത് ഞാനാണ്. ഇത് എന്റെ പുതിയ കണ്ടുപിടുത്തമാണ്, റോബോട്ടിക് ജോഡി. ലോകമെങ്ങും ഇത് ഫേമസ് ആകാൻ പോകുക. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്. നിന്റെയും സൂപ്പർ സ്പീഡോയുടെയും ജോഡി നമ്പർ 1 ആണെന്ന് ഞാൻ കേട്ടു. സോ ഞാനിപ്പോ നിന്റെ സൂപ്പർ സ്പീഡോയെ തകർത്ത് നിങ്ങളുടെ ജോഡി പിരിക്കാൻ പോവുകയാണ്. മനസ്സിലായോ? അതിനുശേഷം ഞാൻ എന്റെ ഈ റോബോയോടൊപ്പം ചേർന്ന് ജോഡി നമ്പർ 1 ആയി മാറുന്നതായിരിക്കും. ഞാനാണ് ഗോണ്ടഗോൾ ഗംഗുലി. ഇനി എല്ലാവരും ജോഡി നമ്പർ 1 എന്ന് ഞങ്ങളെ മാത്രമേ പറയൂ. ഏയ്,
കീക്കോയ് നീ ടച്ച് ചെയ്യുന്നതിന് മുൻപ് നീയേ ആദ്യം എന്നോട് ഏറ്റുമുട്ടണം. ഓക്കെ സൂപ്പർ സ്പീഡോ. നിന്റെ പവേഴ്സ് വീണ്ടും ആക്ടിവേറ്റ് ആകുന്നത് വരെ നമ്മൾ ആ ഗോൾഡിന്റെ റോബോട്ടിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. ഓക്കെ കിക്കോ. നമ്മൾ ആ റോബോട്ടിനെ സൺസിറ്റിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ആ റോബോട്ട് ടോട്ടൽ സൺസിറ്റിയെയും നശിപ്പിച്ചു കളയും. ഓക്കെ കീക്കോ, എന്റെ പവേഴ്സ് ആക്ടിവേറ്റ് ആകാൻ 17 മിനിറ്റ് ബാക്കിയുണ്ട്. നീ നേരെ കാട്ടിലേക്ക് ചെല്ല്. അതിനു മുമ്പ് ആ റോബോട്ടിനെ എന്തെങ്കിലും ചെയ്യാൻ ഞാനൊരു പ്ലാൻ ചെയ്തേക്കാം. ട്രിക്ക് വർക്കൗട്ട് ആവുന്ന സ്ഥലത്ത് നമുക്ക് കിക്കിന്റെ ആവശ്യമില്ല. അവനൊരു പേടിത്തൊണ്ടനാണെന്നാ തോന്നുന്നേ. അവൻ ഓടിപ്പോയി. പക്ഷെ ഇന്ന് നീ എവിടെ പോയി പതുങ്ങിയിരുന്നാലും നിന്നെ ഞാൻ വിടുന്ന പ്രശ്നമില്ല. സൂപ്പർ സ്പീഡോടെ പവർ വീണ്ടും ആക്ടിവേറ്റ് ആകുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ടുപേരെയും ഞാൻ നശിപ്പിച്ചിരിക്കും. കീക്കോ, വേഗം എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യൂ. എന്റെ പവേഴ്സ് ഇനിയും ആക്ടിവേറ്റ് ആകാൻ 10 മിനിറ്റ് ബാക്കിയുണ്ട്. അവൻ ചുറ്റിക്കൊണ്ടടിച്ചാൽ എന്റെ സിസ്റ്റം ഒക്കെ ഹാങ് ആയി പോകുമെന്നാണ് തോന്നുന്നത്. സൂപ്പർ സ്പീഡോ, നീ ആ റൂട്ടിൽ പോ. ആ റൂട്ടിൽ നമുക്ക് എളുപ്പത്തിൽ പോകാൻ സാധിക്കും. പക്ഷെ റോബോട്ട് വലിയ സൈസ് ആയതുകൊണ്ട് സമയമെടുക്കും. നിൽക്ക് സൂപ്പർ സ്പീഡോ, റോബോട്ടിനെ വകവരുത്താനുള്ള ഐഡിയ കിട്ടിക്കഴിഞ്ഞു. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 23 അപ്ലൈ ചെയ്യ്. ഓക്കെ കീക്കോ. സൂപ്പർ സ്പീഡോ, റോബോട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവാ. ഇനി നിനക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റില്ലടാ കൊച്ചിച്ചക്ക. ഇപ്പൊ ഞാൻ നിങ്ങൾ രണ്ടുപേരെ ഇടിച്ച് ചമ്മന്തിയാക്കാൻ പോവാ. ഞാനാണ് ഗോൾ ഗംഗുലി. ശത്രുവിനെ എടുത്തിട്ട് പന്താടാൻ പോവാ. ഗോളി പോലെ തട്ടിക്കളയും ഞാൻ. ഇത് ചതുപ്പ് നിലമാണോ? അവന്മാര് നമ്മളെ ഈ ചതുപ്പ് നിലത്തിൽ തള്ളിവിട്ടിരിക്കുകയാണ്. നീ എന്തുമാത്രം കിക്ക് ചെയ്താലും ശരി കീക്കോ, എന്റെ റോബോയ്ക്ക് ഒരു ഡാമേജും സംഭവിക്കില്ല. കാരണം ഈ റോബോയെ സ്പെഷ്യൽ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. പവേഴ്സ് ആക്ടിവേറ്റഡ്. യെസ്, അരമണിക്കൂർ സമയം കഴിഞ്ഞു. സൂപ്പർ സ്പീഡോയ്ക്ക് പവറൊക്കെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്.
കലക്കി മൈ ഡിയർ ഫ്രണ്ട്. ഏതായാലും നീ തിരിച്ചു വന്നത് നന്നായി. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? സൂപ്പർ സോളിഡ് ആൻഡ് റോക്കിംഗ്. ഇപ്പോൾ ഞാൻ ഈ ടിൻ ഡബയെ റോക്ക് ആൻഡ് റോൾ ചെയ്യാൻ പോവുകയാണ്. ആ റോബോ വളരെ സ്ട്രോങ് ആണ്. അതിനെ ഏതാണ്ട് ഒരു സ്പെഷ്യൽ മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ഗുണ്ടഗോൾ അവൻ തന്റെ കയ്യിൽ ഗ്ലൗസ് ഇട്ടോണ്ട് അത് മൂവ് ചെയ്ത് അവൻ റോബോട്ടിനെ കൺട്രോൾ ചെയ്തോണ്ടിരിക്കുകയാണ്. ആ റോബോട്ടിന്റെ തലയിലുള്ള ആ ഗ്ലാസ് ഇല്ലേ, അത് നോർമൽ ഗ്ലാസ് ആണ്. അതുകൊണ്ട് നമ്മളിപ്പോ ഫോർമുല നമ്പർ 89 ആക്ടിവേറ്റ് ചെയ്യണം. ഓക്കെ കിക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 89. ഇതാണ് ഞാൻ സൂപ്പർ കിക്ക് ചെയ്യേണ്ട സമയം. അവസാനം ഗുണ്ടഗോളിക്കിന്റെ വലയിൽ വന്ന് കുടുങ്ങിപ്പോയല്ലോ. എന്റെ പ്രിയപ്പെട്ട റോബോ. റോബോട്ടിന്റെ കയ്യിൽ ചുറ്റിക കൊടുത്തിട്ട് നീ അവിടെ ചുറ്റി ഇവിടെ ചുറ്റി എന്റെ കാൽ കീഴിൽ വന്ന് വീടില്ലേ? എന്തായി പറയുന്നത്? സാറ് ചുരുക്കമായി പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. കൊള്ളാം. കീക്കോയും സൂപ്പർ സ്പീഡോയും ചേർന്ന് സൺസിറ്റിയെ വീണ്ടും ആ ഗുണ്ടഗോൾ പിന്നെ അവന്റെ ആ റോബോട്ടിന്റെ കയ്യിൽ നിന്നും രക്ഷിച്ചിരിക്കുകയാണ്. അടിപൊളി. ലോകത്തിലെ നമ്പർ 1 ജോഡി കീക്കോയും സൂപ്പർ സ്പീഡോയുമാണ്. ഗുണ്ടഗോൾ അല്ല മേര അങ്കിൾ, അത് ശരിക്കും പറയണമെങ്കിൽ ഗുണ്ടഗോൾ. അല്ല, എന്ത് പറ്റി? എത്ര നേരം നീ എന്റെ ബുള്ളറ്റിൽ നിന്ന് ഓടി രക്ഷപ്പെടും? നിന്നെ ഞാൻ ഇന്ന് വിടുന്ന പ്രശ്നമേ ഇല്ല. ഈ ജമ്പിംഗ് ജാക്കിനെ കൈകാര്യം ചെയ്യുമ്പോൾ അതെനിക്ക് ഒരുപാട് നേരം ചെയ്യാൻ പറ്റില്ല. നീ ഇവിടുന്ന് തലയും കുത്തി താഴെ വീണ ചട്നി ആകുമ്പോൾ അപ്പൊ നിനക്കൊരു കാര്യം മനസ്സിലാവും. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒരിക്കലും തലയിടരുതെന്ന് മനസ്സിലാക്കും. എത്ര സന്തോഷകരമായ കാര്യമല്ലേ? ക്വീനിന്റെ ട്രെയിൻ നമ്മുടെ സൺസിറ്റി വഴിയാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ സന്തോഷത്തെക്കാൾ കൂടുതൽ ഒരുപാട് ത്രില്ലിംഗ് ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാൻ ക്വീനിന് കൊടുക്കാൻ ഈ ഫ്ലവർ കൊണ്ടുവന്നിരിക്കുക. ഇത് കൊടുക്കാനുള്ള ഫ്ലവർ അല്ല, ഇത് കഴിക്കാനുള്ള ഫ്ലവർ ആണ്. അത് നീ പറഞ്ഞ ശരിയാ. ഞാനും അത് തന്നെ ആലോചിച്ചത്. ഇത് കാണുമ്പോഴൊക്കെ എനിക്ക് എന്താ വിശപ്പ് തോന്നുന്നത്. അപ്പൊ ഇതാ കഴിച്ചോട്ടെ. ഞാൻ ചെന്ന് വേറെ ഫ്ലവർ മേടിച്ചോണ്ട് വരാം. ഗുഡ് മോർണിംഗ് ടെമ്പോ അണ്ണാ. ഗുഡ് മോർണിംഗ്. എന്താ മോനെ നിനക്ക് വേണ്ടത്? ഞാൻ എന്തെങ്കിലും ചോദിക്കാൻ വന്നതാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? എടാ കുട്ട, നിന്റെ മുഖം കണ്ടാൽ എനിക്കറിയാം. എനിക്കെല്ലാം മനസ്സിലായി. നിനക്ക് എന്തോ ഒരു കാര്യം എന്റെ കയ്യിൽ നിന്നും വേണം. പറഞ്ഞോ, എന്താ വേണ്ടത്? ആക്ച്വലി എനിക്കിപ്പോ ആവശ്യം എന്തെങ്കിലും കഴിക്കാൻ വേണമായിരുന്നു. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ക്വീനിന് കൊടുക്കാൻ ഒരു ഫ്ലവർ വേണം. ഒരു ഫ്ലവറോ? അത്രേ ഉള്ളോ? എന്നാൽ ഒരു കാര്യം ചെയ്യ്, ഇതൊന്നു പിടിച്ച കുട്ട, ഞാൻ ഇപ്പൊ തന്നെ അതിനെ ഏർപ്പാടാക്കാം. ടെമ്പോ അണ്ണാ, എനിക്ക് വേണ്ടത് ഫ്ലവർ ആണ്, സീഡ്സ് അല്ല. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ്. എന്റെ സൂപ്പർ സീഡിന്റെ പവർ ഒന്ന് നോക്ക്. ഇന്ന കുട്ട പിടിച്ചോ. നീ എന്നോട് ഫ്ലവർ അല്ലേ ചോദിച്ചത്? ഞാൻ നിനക്ക് വേണ്ടി ഒരു മിനി ഗാർഡൻ തയ്യാറാക്കി തന്നിരിക്കുകയാണ്. ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ അമേസിംഗ്. പൂവിൽ തേനെടുക്കാൻ വരുന്നത് വണ്ടാണ്. ടോണി ബോസ് ഒരു മണ്ടനാണ്. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. മാറി പോടാ. ഇനി അവിടെ ഇരിക്കാൻ പോകുന്നത് ഞാനാണ്. ഹേ ഹേ ഹേ. എല്ലാം ശരിയാണ്, പക്ഷേ ഒരു ചെറിയ. ഗുഡ് മോർണിംഗ് മേയർ അങ്കിൾ, എന്താ സുഖല്ലേ? ഗുഡ് മോർണിംഗ് കീക്കോ. എല്ലാം ശരിയാണ്, പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്.
എന്താ മേരങ്കിൾ, എന്തെങ്കിലും സംഭവിച്ചോ? ഇതുവരെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഇനി പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടായാലോ എന്ന് ആലോചിക്കുകയാണ്. അങ്കിൾ ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ നമ്മൾ എല്ലാവരും ഇപ്പോൾ കൺഫ്യൂസ്. അങ്കിൾ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയേ. ജിലേബി പോലെ എന്തിനാ ഇങ്ങനെ ചുറ്റി വളച്ച് കാര്യങ്ങൾ പറയുന്നത്? ജിലേബി എന്ന് പറഞ്ഞപ്പോഴാ ഓർത്തത്. ഒരുപാട് വിശക്കുന്നുണ്ട്, ഞാനൊരല്പം കഴിച്ചോട്ടെ. നിങ്ങൾ വെറുതെ വിഷമിക്കണ്ട. എന്താണ് കാര്യമെന്ന് തുറന്നു പറയൂ. അതെ കിക്കോ, അതെന്താന്ന് വെച്ചാൽ ക്യൂനിന്റെ ഈ ട്രെയിൻ നമ്മുടെ സൺസെറ്റ് കഴിഞ്ഞ് പോകാൻ പോകുകയാണ്. അതിൽ നീല കളർ വേഗണിൽ ഒരുപാട് ട്രഷേഴ്സ് ഉണ്ട്. അപ്പൊ പിന്നെ അതിൽ വിഷമിക്കാൻ എന്താണുള്ളത്? എന്റെ ഭയത്തിന് കാരണം ട്രെയിൻ നമ്മുടെ സിറ്റി ക്രോസ് ചെയ്ത് പോകുമ്പോൾ ആരെങ്കിലും ആ സ്വർണങ്ങൾ അടിച്ചു മാറ്റിയാലോ? പിന്നെ നമ്മുടെ ടോട്ടൽ സൺസെറ്റിക്കും അത് അപമാനമാവില്ലേ? നിങ്ങൾ വെറുതെ ടെൻഷൻ ആവണ്ട അങ്കിൾ. ഞാനിവിടെ ഉള്ളപ്പോ ആ സ്വർണം ആർക്കും മോഷ്ടിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ തന്നെ നമ്മുടെ സൺസിറ്റിയിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ ആരും തന്നെ ഇല്ലല്ലോ. ഇങ്ങനെ അടിച്ചു മാറ്റാനൊക്കെ ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മളിപ്പോ ഫ്രീ ആണ്. ഒരുപക്ഷെ ആരെങ്കിലും അത് അടിച്ചു മാറ്റിയാലോ? ഇല്ല അങ്കിൾ, ആ സിഗ്നൽ സൺസിറ്റിയുടെ സൈഡിൽ നിന്നാണ് വരുന്നത്. ക്വീൻ വരുന്ന ട്രെയിനിന്റെ ഡയറക്ഷനിൽ നിന്നല്ല. ഞാൻ എത്തിക്കഴിഞ്ഞു ജമ്പിംഗ് ജാക്ക്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നു അറ്റാക്ക്. ഗുഡ് മോർണിംഗ് ജമ്പിംഗ് ജാക്ക്. എടാ കുട്ടാ, നീ മര്യാദയ്ക്ക് വഴി മാറി നിൽക്ക്. ജമ്പിംഗ് ജാക്ക്, നിങ്ങൾ ഇങ്ങനെ സ്വർണം മോഷ്ടിക്കുന്നത് തെറ്റാണ്. നിങ്ങൾ ഇത് തിരികെ വെച്ചിട്ട് ചെയ്ത തെറ്റ് മാറ്റി ശരിയാക്കും. അത് ശരി, അപ്പൊ നീ ജമ്പിംഗ് ജാക്കിനെ തന്നെ പേടിപ്പിക്കുകയാണോ? നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? പേടിപ്പിക്കുകയല്ല, റിക്വസ്റ്റ് ചെയ്യാണ് ജമ്പിംഗ് ജാക്ക്. പ്ലീസ് അനുസരിക്കൂ. എന്നാ ശരി, ഞാൻ സമ്മതിച്ചു. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ആദ്യം എന്നൊന്ന് പിടിച്ചു കാണിക്ക്. എടാ ചക്ക, നീ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുമ്പോ ഞാൻ റണ്ണിംഗ് ചാമ്പ്യൻ ആയിരുന്നു. നീ എങ്ങനെ ഇത്രയും പെട്ടെന്ന് ഇവിടെ എത്തിയത്? ഇങ്ങനെ തന്നെയാണ്. അത് ശരി, നീ എന്നോടാണല്ലേ കളി. ഇപ്പൊ നീ എന്റെ ബൂട്ട്സിന്റെ പവർ കാണാൻ പോവാ. ഓടി 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 എല്ലാത്തിനും ഞാൻ ഇല്ലാതാക്കും. ഇതിപ്പോ ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ അൺബിലീവബിൾ. എന്റെ ദൈവമേ, ഇത്ര പൊക്കത്തിലുള്ള ജമ്പ് ചെയ്ത് കണ്ടപ്പോ എനിക്ക് വിശക്കുന്നു. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. ജമ്പിംഗ് ജാക്കിന്റെ ഈ കളി അവസാനിപ്പിക്കണമെങ്കിൽ ഞാൻ ആദ്യം സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, നമ്മൾ ആ ജമ്പിംഗ് ജാക്കിനെ ഫോളോ ചെയ്യണം. അയാൾ അടിച്ചു മാറ്റി കൊണ്ടുപോയ സ്വർണം നമുക്ക് തിരിച്ചെടുക്കണം. ഡോണ്ട് വറി കീക്കോ, ഇതാ എത്തിക്കഴിഞ്ഞു നിന്റെ സൂപ്പർ സ്പീഡോ. ദാ പോകുന്നു ജമ്പിംഗ് ജാക്ക്. കമോൺ സൂപ്പർ സ്പീഡോ, വേഗം ചെല്ല്. വീണ്ടും ജമ്പിംഗ് ജാക്ക്. ജംപ് ചെയ്യാനായിട്ട് തറയിൽ കാല് കുത്തുമ്പോൾ നീ ഫോർമുല നമ്പർ 49 ആക്ടിവേറ്റ് ചെയ്യണം. കീക്കോ, ഇപ്പോ തന്നെ ഞാൻ 49 ആക്ടിവേറ്റ് ചെയ്യാം. പിന്നെ ജമ്പിംഗ് മാത്രമല്ല, അവന് നടക്കാൻ പോലും പറ്റില്ല. Let's go for Formula 49. Everything will be fit and fine. Jumping jack, oh jumping jack. Nothing now can hold us back. When it's time to come down, we will surely make you frown. Don't think we are any less. Together we're the very best. Jumping jack, come bouncing back. We are ready to attack. എനിക്ക് തോന്നുന്നത് ജമ്പിംഗ് ജാക്കിനെ പിടിക്കണമെങ്കിൽ വേറെ ഒരു സെറ്റപ്പിൽ പ്ലാൻ ചെയ്യണം. നിന്റെ ഈ കളിക്കൊക്കെ ഉണ്ടല്ലോ, നീ ഒരുപാട് വിഷമിക്കും.
കീക്കോ നീ ചെന്ന് അവരെ രക്ഷിക്ക്. ഞാൻ ചെന്ന് ടിങ്കിളിനെ വിളിച്ചോണ്ട് വരാം. എന്റെ ദൈവമേ, എനിക്ക് ഇപ്പോഴാ കാര്യം ഓർമ്മ വന്നത്. ഇവിടെ കഴിക്കാൻ ഒന്നുമില്ലല്ലോ. ഇനിയിപ്പോ ഞാൻ എന്റെ ഭയം അങ്ങനെ ഇല്ലാതാക്കുന്നത്. എന്റെ ദൈവമേ, കയർ അറ്റുപോകുന്ന തോന്നുന്നു. കീക്കോ വേഗം എന്നെ രക്ഷിക്ക്. താങ്ക് യു സൂപ്പർ സ്പീഡോ. ഞാനിത് നിനക്കൊരു സൂപ്പർ പാർട്ടി തരാം. വാ സൂപ്പർ സ്പീഡോ, ഇപ്പൊ നമുക്ക് ചെന്ന് ജമ്പിംഗ് ജാക്കിനെ പിടികൂടാം. വേണ്ട കേക്കോ, അവൻ ഇവിടെ തന്നെ ഉണ്ട്. ജമ്പിംഗ് ജാക്ക് അത് നമ്മുടെ സ്ഥലത്തിന്റെ അടുത്ത് വിട്ടിട്ടാ പോയിരിക്കുന്നത്. അത് കൊള്ളാലോ. ഏത് സാധനമാണോ അവൻ കൊള്ളയടിക്കാൻ വന്നത് അതവൻ വിട്ടിട്ട് പോയെന്നോ? എന്റെ പേര് കേട്ടപ്പോ തന്നെ ആ കള്ളൻ ഓടി ഒളിച്ചു. ഒരു കാര്യം അറിയുമോ, ഒരു ദിവസം ഒരു കള്ളനെ എടുത്തിട്ട് ഞാൻ പെരുമാറി കളഞ്ഞു. അവൻ മയിലായി പോയി. സത്യമാണോ അങ്കിൾ? പിന്നല്ലാതെ. ഒരു പക്ഷെ ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ ഇടുത്തി വീഴട്ടെ. അപ്പാ പറഞ്ഞത് കള്ളമാണല്ലേ? കലക്കി സാറേ. ടിക്കറ്റ് എടുക്കാതെ തന്നെ ഒരു ഗ്രൗണ്ടിനകത്ത് എങ്ങനെ കയറണമെന്ന് അതൊക്കെ നിങ്ങളെ കണ്ട് പഠിക്കണം സാർ. ഞാൻ ഇതൊന്ന് എന്റെ നോട്ട് പാഡിൽ ഒന്ന് നോട്ട് ചെയ്തോട്ടെ. ഗുഡ് മോർണിംഗ് ചട്പട്ട് അങ്കിൾ. അല്ല, നിങ്ങൾ ഇന്ന് ഭയങ്കര ധൃതിയിലാണല്ലോ. കാരണം ചട്ടം പിത്തരം കാണിക്കുന്നവരെ തട്ടി താഴെയിടേണ്ട സമയമായി. അതാണ് ഞാൻ ഓടിയെത്തിയത്. അതായത് സാറ് പറഞ്ഞു വരുന്നത്, ഇദ്ദേഹം ഇപ്പോഴാണ് ആരോ വളരെ ഉയരത്തിൽ ചാടി പോകുന്നത് കണ്ടത്. റെയിൽവേ ട്രാക്കിന്റെ അപ്പുറത്തേക്കാണ് അത്ര പോയത്. ഓ നോ, എന്ന് വെച്ചാൽ ഇത് അവന്റെ അഭ്യാസം തന്നെയാണ്. ജമ്പിംഗ് ജാക്ക് നമ്മളെ ചെറിയ മോഷണത്തിൽ അകപ്പെടുത്തിയിട്ട് വലുതായിട്ട് അവൻ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. അവൻ എന്തൊരു വലിയ കൈയായിരുന്നു. ട്രെയിനിന്റെ കോച്ചിനെ പോലെ വലുത്. അതായത് വരാൻ പോകുന്ന ക്വീനിന്റെ ട്രെയിനിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റാന്ന് വിചാരിച്ചിരിക്കുക. എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. ആ മോഷണം എങ്ങനെങ്കിലും തടയണം, അല്ലെങ്കിൽ സൺസിറ്റിയുടെ പേര് മോശമായി പോവും. ഞാൻ അവരെ എല്ലാവരെയും പറ്റിച്ചു. അവരെല്ലാവരും ആ ചെറിയ മോഷണത്തിന്റെ പിന്നാലെ ഓടുമ്പോൾ ഞാൻ ഇവിടെ റിലാക്സ് ആയിട്ട് ആ ട്രെയിനിൽ വരുന്ന സ്വർണം മൊത്തം അടിച്ചു മാറ്റും. ട്രെയിൻ എത്തിക്കഴിഞ്ഞു ജമ്പിംഗ് ജാക്ക്. സ്വർണം മുഴുവൻ ഞാൻ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. പ്ലീസ് എന്നെ അങ്ങ് വിട്ടേക്ക്. ഓക്കെ, വിട്ടേക്കാം. എന്നപ്പോ ഓടി പൈക്കോ. വേണ്ട വേണ്ട വേണ്ട, എന്നെ വിടല്ലേ. കൊള്ളാമല്ലോ, നീയല്ലേ പറഞ്ഞത് വിടാൻ, പിന്നെന്താ ഇപ്പൊ പറയുന്നത് വേണ്ടാന്ന്? ആ എത്തിക്കഴിഞ്ഞു ജമ്പിംഗ് ജാക്ക്. സ്വർണം മൊത്തവും അറ്റാക്ക് ചെയ്യാൻ പോവാണ്. സ്വർണം എവിടെ പോയി? കണ്ണടച്ച് കണ്ണു തുറക്കുന്നതിന് മുമ്പ് സ്വർണം കാണാതെ പോയി എന്ന് പറഞ്ഞാൽ തട്ടിപ്പറിക്കുന്നവനോട് ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല. ഇതിലും കൂടുതൽ ആ ചക്കനെ വിട്ടുവെച്ചാൽ പറ്റില്ല. ഒറ്റയടിക്ക് അവന്റെ കഥ തീർക്കണം. അവന്മാരിത് എങ്ങോട്ടാ പെട്ടെന്ന് പോയത്? എന്നോടാണല്ലേ നിങ്ങളുടെ രണ്ടുപേരുടെയും കളി. രണ്ടുപേരെയും ഞാൻ കബാബാക്കി കളയും.
സൂപ്പർ സ്പീഡോ, ജമ്പിംഗ് ജാക്കിന്റെ എല്ലാ പവേഴ്സും അവന്റെ ബൂട്ട്സിലാണുള്ളത്. ഫോർമുല നമ്പർ 42 അപ്ലൈ ചെയ്യ്. ഓക്കെ ഡ്യൂഡ്, ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 42. അവന്റെ സ്റ്റീൽ ബൂട്ട്സ് ഫയർ പ്രൂഫ് ആണെന്ന് തോന്നുന്നു. ഇനി ട്രാക്കിൽ വരുന്ന ട്രെയിനിനെ നിങ്ങൾ എങ്ങനെയാ തടഞ്ഞു നിർത്തുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നമ്മളിപ്പം എന്തെങ്കിലും ചെയ്തേ പറ്റൂ സൂപ്പർ സ്പീഡോ. ഒരുപക്ഷെ സിഗ്നൽ കണ്ടില്ലെങ്കിൽ ട്രെയിൻ ഫുൾ സ്പീഡിൽ മുന്നോട്ട് പോകും. പിന്നെ ആക്സിഡന്റ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഒരു കാര്യം ചെയ്യ്, എന്നെ ഇവിടെ തന്നെ ഡ്രോപ്പ് ചെയ്തേക്ക്. നീ വേഗം ചെന്ന ട്രെയിനിനെ രക്ഷിക്ക്. അതിനുള്ളിൽ ഞാൻ ജമ്പിംഗ് ജാക്കിനെ ഡീൽ ചെയ്യാം. ഓക്കെ കീക്കോ. ഇപ്പൊ ശരിക്കും അവന്മാര് കുടുങ്ങിപ്പോയെന്നാ തോന്നുന്നേ. വരൂ ജമ്പിംഗ് ജാക്ക്, നമുക്ക് ഓടിപ്പിടിച്ച് കളിക്കാം. ട്രെയിൻ വേഗം നിർത്തൂ. ഫ്രണ്ടിൽ കാണുന്ന സിഗ്നൽസിൽ പ്രശ്നമുണ്ട്. എമർജൻസി ബ്രേക്ക് ഓൺ ചെയ്യൂ. വേഗം ചെയ്യൂ. അല്ല, എന്ത് പറ്റി? എത്ര നേരം നീ എന്റെ ബുള്ളറ്റിൽ നിന്ന് ഓടി രക്ഷപ്പെടും? നിന്നെ ഞാൻ ഇന്ന് വിടുന്ന പ്രശ്നമേ ഇല്ല. ഈ ജമ്പിംഗ് ജാക്കിനെ കൈകാര്യം ചെയ്യുമ്പോൾ അതെനിക്ക് ഒരുപാട് നേരം ചെയ്യാൻ പറ്റില്ല. നീ ഇവിടുന്ന് തലയും കുത്തി താഴെ വീണ ചട്നി ആകുമ്പോൾ അപ്പൊ നിനക്കൊരു കാര്യം മനസ്സിലാവും. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒരിക്കലും തലയിടരുതെന്ന് മനസ്സിലാക്കും. ഈച്ചയെ പോലെ ഈ കാർ വീണ്ടും എന്നെ ഫോളോ ചെയ്ത് വന്നിരിക്കുകയാണല്ലോ. ഇതിൽ കൂടുതൽ നമ്മൾ ജമ്പിംഗ് ജാക്കിനെ വിട്ടുവെച്ചാൽ പ്രശ്നങ്ങൾ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. ഇനി എന്ത് ചെയ്യും? അതെ, ജമ്പിംഗ് ജാക്കിനെ തളിക്കാനുള്ള ഐഡിയ കിട്ടിക്കഴിഞ്ഞു. സൂപ്പർ സ്പീഡോ, നീ ആദ്യം ഫോർമുല നമ്പർ 74 ആക്ടിവേറ്റ് ചെയ്യ്. ഓക്കെ ഡ്യൂഡ്, ഫോർമുല നമ്പർ 74 ആക്ടിവേറ്റിംഗ്. ജമ്പിംഗ് ജാക്ക്, ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. നീ ആ ബൂട്ട്സ് റിമൂവ് ചെയ്തിട്ട് ഞങ്ങളോട് സറണ്ടർ ആയേക്ക്. ഓ എടാ കൊച്ചനെ, നിന്റെ ഈ കളിയൊക്കെ കൊള്ളാം. പക്ഷെ നിനക്ക് എന്റെ ബൂട്ട്സിന്റെ ഒറിജിനൽ പവറിനെ പറ്റി അറിയില്ല. കാണിച്ചു തരാം.
എന്റെ ജോലി നീ ഇപ്പോഴും വീണ്ടും എളുപ്പമാക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും കീകോ? ജമ്പിംഗ് ജാക്ക് ടോട്ടൽ വാഗനെയും പൊക്കിക്കൊണ്ടു പോവുകയാണ്. അവൻ അങ്ങനെ രക്ഷപ്പെട്ടോടാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അടുത്ത ജമ്പിന് വേണ്ടി അവൻ തറയിൽ കാലുകുത്തുമ്പോൾ ഞാൻ എന്റെ സൂപ്പർ കിക്കിന്റെ പവർ അവന് കാണിച്ചു കൊടുക്കും. ഈ മെഡൽ നിങ്ങളുടെ വീരധീര സാഹസത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ കള്ളന്റെ കയ്യിൽ നിന്ന് എന്റെ സ്വർണം സംരക്ഷിച്ച് നീ എനിക്ക് വളരെ വലിയ സഹായമാണ് ചെയ്തിരിക്കുന്നത്. മേ ഗോഡ് ബ്ലെസ് യു. Yeah!